ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് കാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷന്റെ നോട്ടിഫിക്കേഷൻ വന്നെങ്കിലും സ്റ്റാർട്ട് ആയിട്ടില്ല ബാച്ച്. പക്ഷേ ഇപ്പോൾ നമ്മൾ റണ്ണിങ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി. ഇത് എന്താണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് തിരുച്ചിറപ്പള്ളിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ കുറച്ച് അധികം കോഴ്സുകൾ, അതായത് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും നല്ല ഒരുപാട് കോഴ്സുകൾ, MBA ആണെങ്കിലും സ്പെഷ്യലൈസേഷൻസ് കോഴ്സുകളുടെ എണ്ണത്തിലും കൂടുതൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ആദ്യം ഭാരതിയാറിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്കറിയാം അത്രയും സബ്ജക്റ്റ് ഒന്നുമില്ല. നമുക്ക് PG ക്ക് ഒരു 15 സബ്ജക്റ്റ് ഒക്കെ തന്നെയേ ഉള്ളൂ. പിന്നെ UG-യുടെ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ആ ഒരു സ്ഥിതിക്ക് തമിഴ്നാട്ടിലെ തന്നെ മറ്റൊരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഭാരതിദാസൻ. ഇപ്പൊ ഓൾറെഡി അഡ്മിഷൻസ് റണ്ണിങ് ആണ്. അപ്പൊ നമുക്ക് എപ്പോഴും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. താരതമ്യേന അത്ര വലിയ ഫീസ് സ്ട്രക്ചർ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം വരുന്നത്. എക്സാം നമ്മൾ തമിഴ്നാട് പോയി അറ്റൻഡ് ചെയ്യണം. അത്രയൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയ വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കോഴ്സ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് PG കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. PG കോഴ്സുകൾ നമുക്കൊരു 19 എണ്ണം വരുന്നുണ്ട്. അതിൽ കോഴ്സുകൾ വരുന്നത് MA ഇക്കണോമിക്സ്, MA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ MA തമിഴ്, അതുപോലെ തന്നെ MA ഹിസ്റ്ററി, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അതൊരു നമുക്കൊന്ന് ജസ്റ്റ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സ്, അതായത് പൊളിറ്റിക്സിന്റെ ഒക്കെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ്. പക്ഷെ അത് മാസ്റ്റർ കോഴ്സ് ആയിട്ട് വരുന്നുണ്ട്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ MA പൊളിറ്റിക്കൽ സയൻസ്, MSc മാത്സ്, MSc കെമിസ്ട്രി, MSc ഫിസിക്സ്, പിന്നെ വരുന്നത് MSc ബോട്ടണി, MSc സുവോളജി, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc IT, MSc ജോഗ്രഫി, അതുപോലെ തന്നെ MCOM വരുന്നുണ്ട്. MCOM ഫിനാൻസ് എന്ന് പറഞ്ഞിട്ട് വേറെ സ്പെഷ്യലൈസേഷൻ വരുന്നുണ്ട്. MCOMന്റെ ബാങ്കിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്പെഷ്യലൈസേഷനും കൂടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന കോഴ്സ് MA HRM ആണ്. അതായത് നമുക്കറിയാലോ MBA-യില് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്. അതുപോലെ അതിന്റെ മാസ്റ്റർ ഇൻ ആർട്സ് കോഴ്സ് ആയിട്ട് MA HRM വരുന്നുണ്ട്. പിന്നെ MLIS വരുന്നുണ്ട്, ലൈബ്രറി സയൻസിന്റെ മാസ്റ്റർ കോഴ്സ്. അപ്പൊ ഇത്രയാണ് 19 PG കോഴ്സുകൾ ഉണ്ട്. പിന്നെ നമുക്ക് വരുന്നത് 2 പ്രൊഫഷണൽ കോഴ്സുകളാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് MBA. അപ്പോൾ MBA-യിൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR, സിസ്റ്റംസ് ഓപ്പറേഷൻസ്. ഇത്രയാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഇയർലി കോഴ്സ് ആണ്. MBA മാത്രം സെമസ്റ്റർ വൈസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ അടുത്തൊരു പ്രൊഫഷണൽ കോഴ്സാണ് MCA. MCA-യിൽ തന്നെ 2 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അവര്. അതായത് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു MCA-യുടെ ബ്രാഞ്ചും, പിന്നെ അടുത്ത് വരുന്നത് കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത നോൺ കമ്പ്യൂട്ടർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അങ്ങനെ 2 രീതിയിൽ അത് കാറ്റഗറൈസ് ചെയ്ത് സിലബസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് വരുന്ന PG കോഴ്സുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകളായ MBA-യുടെയും MCA-യുടെയും ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ MBA ആണ്, MBA MCA ഒക്കെയാണ് സെമസ്റ്റർ വൈസ് ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കി എല്ലാം ഇയർ വൈസ് ആണ് എക്സാംസ് എഴുതേണ്ടത്, അത് ഓർക്കണം. UG-യും അത്യാവശ്യം നമുക്ക് ഭാരതിയാറിൽ വരുമ്പോൾ UG വരുന്നില്ല കോഴ്സുകൾ. പക്ഷെ ഇതിൽ അത്യാവശ്യം വെറൈറ്റി കോഴ്സുകൾ ഉണ്ട്. ഇപ്പൊ സയൻസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ കെമിസ്ട്രി വരുന്നുണ്ട്, BSc കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, BSc കമ്പ്യൂട്ടർ സയൻസ്, BSc IT, മാത്സ്, BSc ജോഗ്രഫി. അതൊക്കെ റയർ കോഴ്സുകളാണ്. പിന്നെ BCA വരുന്നുണ്ട്. പിന്നെ BLIS, ബാച്ചിലർ ഇൻ ലൈബ്രറി സയൻസിന്റെ ആ കോഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് BA കോഴ്സുകൾ, BA ഇക്കണോമിക്സ്, BA ഇംഗ്ലീഷ്, BA ഹിസ്റ്ററി വരുന്നുണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ BA തമിഴ്, ലിറ്ററേച്ചർ തമിഴ് വരുന്നുണ്ട്, BCom വരുന്നുണ്ട്, BBA, പിന്നെ BCom ബാങ്കിങ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഭാരതിദാസന്റെ UG, പിന്നെ പറഞ്ഞ പോലെ PG, MBA, MC ഇത്ര കോഴ്സുകളാണ്. എക്സാം സെന്റേഴ്സ് വരുമ്പോൾ തമിഴ്നാടായിരിക്കും എക്സാം സെന്റേഴ്സ്. പിന്നെ നമുക്ക് പറയാന്നുള്ളത് ഇപ്പൊ ബോർഡർ ഉണ്ടല്ലോ, നമുക്ക് പാലക്കാട്, അത് കഴിഞ്ഞിട്ടുള്ള നിയർ ബൈ കോളേജസിൽ നമുക്ക് അലോട്ട് ചെയ്ത് നോക്കാവുന്നുള്ളൂ അവിടെ പോയി എക്സാം എഴുതുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റിക്ക് ഇവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും ഇക്വലൻസി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇക്വലൻസി ഭാരതിദാസനിൽ കുറച്ച് കൂടുതൽ കോഴ്സുകൾക്ക് ഇക്വലൻസി വരുന്നുണ്ട്. എക്സാം ഫീസും ഭയങ്കര റീസണബിൾ ആണ്. ലൈക്ക് ഇപ്പൊ MBA-ക്ക് ഒക്കെ 3000 രൂപയൊക്കെയാണ്, 3500 എക്സാം ഫീസ് തന്നെ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ റീസൺസ് ഉണ്ട്. നമ്മൾ പിന്നത്തെ ഒരു കാര്യം, നമ്മൾ അവിടെ പോയി എക്സാം എഴുതണം എന്നാണ്. പക്ഷെ നല്ല കോഴ്സുകളാണെങ്കിൽ നമുക്ക് അവിടെ അവിടെ പോയി എഴുതിയാലും ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട. കാരണം ഇപ്പൊ ഇതിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്ന കോഴ്സാണ് BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ഇവിടെ നമ്മൾ പഠിക്കുന്ന സിലബസിൽ അതൊരു പേപ്പർ മാത്രമാണ്, അതൊരു ബ്രാഞ്ച് മാത്രമാണ്. പക്ഷെ അതൊരു സബ്ജക്റ്റ് ആയിട്ട് ഒരു കോഴ്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ഡീറ്റെയിലിംഗ് ഉണ്ട്.
അപ്പൊ അതിനെ ഒരു മാസ്റ്റർ കോഴ്സ് അല്ലെങ്കിൽ ഒരു UG കോഴ്സ് ആയിട്ട് പഠിക്കുമ്പോൾ അതിനുള്ളൊരു സ്കോപ്പ് കൂടുതലാണ്. ആ ഒരു ലെവൽ ജോബ്സിനൊക്കെ നോക്കുമ്പോഴത്തേക്കായാലും അപ്പൊ അതിപ്പോ അതിലൊരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നവർക്കായാലും അപ്പൊ ആ ഒരു രീതിക്ക് PhDക്ക് പോകാൻ താല്പര്യമുള്ളവർക്കൊക്കെ പർട്ടിക്കുലർ സബ്ജക്റ്റിന് അതൊരു മാസ്റ്റർ കോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അധികം യൂണിവേഴ്സിറ്റികൾ കണ്ടിട്ടില്ല. അപ്പൊ ഭാരതിയാറിൽ പോലും BA പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടെങ്കിലും അത് ബാച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറവായത് കാരണം പലപ്പോഴും ബാച്ച് അനുവദിക്കാറില്ല. അപ്പൊ ഇത്രയും കോഴ്സുകളൊക്കെ അതുപോലെ തന്നെ MHRM അതും നമുക്കൊരു വെറൈറ്റി ആയിട്ട് ഒരു കോഴ്സ് ആയിട്ട് തോന്നി. കാരണം MBAയിലാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ബ്രാഞ്ച് സ്പെഷ്യലൈസേഷൻ ആയിട്ട് പഠിക്കാനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ആർട്സ് കോഴ്സ് ആയിട്ട് ഒരിക്കലും നമ്മളത് അധികം വരാറില്ല. മറ്റു യൂണിവേഴ്സിറ്റികളിലൊന്നും അധികം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പൊ കേരളത്തിനകത്തായാലും അതിനുള്ള സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കോഴ്സുകൾ പഠിക്കാൻ നമ്മളിപ്പോ ഇപ്പത്തെ കാലഘട്ടത്തിൽ ഓൾറെഡി നമുക്ക് കേരളത്തിൽ നിന്ന് നല്ലോണം അഡ്മിഷൻസ് ഉണ്ട് ഭാരതിദാസനിലേക്ക് കേട്ടോ. അപ്പൊ ഭാരതിയാറിന്റെ ഒരു എന്താണ് ഇപ്പൊ അഡ്മിഷൻസ് ക്ലോസ് ചെയ്ത കാരണം കൊണ്ട് ഭാരതിദാസനിലേക്ക് ഒരുപാട് കുട്ടികൾ അവിടെ പോയി പരീക്ഷ എഴുതുന്നവരുണ്ട്. കോഴ്സുകളുടെ പ്രാധാന്യമൊക്കെ ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ അറിയാം. അപ്പൊ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എന്താ അഡ്മിഷൻസിന്റെ കാര്യത്തിനൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും എല്ലാത്തിലും കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.